ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഹെയർ കെയർ, സ്കിൻ കെയർ, ബോഡി കെയർ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പീരിയഡ്സ് ടൈം, നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു 7 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹെയർ, സ്കിൻ, ബോഡി ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ ചില ഭാഗങ്ങളിൽ ആചാരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ 4th ഡേ അല്ലെങ്കിൽ ചിലവർ 1, 2, 3 കുളികളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഞങ്ങളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അധികം ഒന്നും ഇപ്പോൾ തല കുളിക്കുന്നത് എനിക്ക് ശീലമില്ല. എനിക്ക് ഭയങ്കര ഇപ്പോഴത്തെ ഒരു പീരീഡ്സ് എൻ്റെ ഒരു ജേർണി പറയുന്നത്, സർക്കിൾ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി തളർച്ച ഉണ്ടാകാറുണ്ട്. അതായത് നമുക്ക് ഈ പനി ഉണ്ടാകുമ്പോൾ, ഫീവറൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു തളർച്ച ഉണ്ടാവുമല്ലോ, ലൈക്ക് അതേപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മുടെ ബോഡി ഹീറ്റ് ആവാനും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വയ്യാണ്ടാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസിലൊക്കെ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു തല കുളിക്കാൻ പാടില്ല എന്നുള്ളത്. മെയിൽ നമ്മൾ വൃത്തിയായി വെക്കുക, തല നനയ്ക്കാതെ ഇരിക്കുന്നതായിരിക്കും ബ്ലീഡിങ് സമയങ്ങളിൽ ബെറ്റർ എന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ. ഇപ്പോൾ ഒരു നേഴ്സ്, എനിക്ക് അറിയുന്ന ഒരു നേഴ്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറേ ആചാരങ്ങളായിട്ട് കുറേ പേര് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. ചിലയിൽ നമുക്ക് ഹെൽത്തി ഉണ്ട്, നമ്മൾ കുളിക്കുന്നത്, പിന്നെ മഞ്ഞൾ തേച്ച് കുളിക്കുക, 7ാമത്തെ ദിവസം മഞ്ഞൾ തേച്ച് കുളിക്കുക, നമ്മൾ യൂസ് ചെയ്ത ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ വൃത്തിയാക്കാം, ലൈക്ക് അങ്ങനെയൊക്കെ കുറേ അതൊക്കെ വന്നിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മളെ തന്നെ നമ്മൾ സ്വയം കെയർ ചെയ്യുക. പിന്നെ അറിയാമല്ലോ, നമുക്ക് നമ്മൾ യൂസ് ചെയ്ത ബെഡ്ഷീറ്റിലൊക്കെ നമ്മളറിയാണ്ട് തന്നെ എന്തായാലും ബ്ലഡൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ ഒരു ഹൈജീൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സെൽഫ് കെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ സ്കിൻ കെയർ, ഹെയർ കെയർ പറയുന്നത് നമ്മൾ പീരിയഡ്സ് സമയങ്ങളിൽ ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമുക്ക് ശ്രദ്ധിക്കാൻ ഒട്ടും പറ്റത്തില്ല. അപ്പോൾ അതിനുശേഷം നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും, അൺഹെൽത്തി ആയിരിക്കും. അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ ഹെയറിനെയും സ്കിന്നിനെയൊക്കെ നമ്മൾ ഒരു കെയർ ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാനായിട്ട് സേഫായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇത്. വന്നിട്ട് ഞാൻ ഒരിക്കലും ഒരു ഡേയിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. ആദ്യം ഞാൻ എപ്പോഴും ബോഡി കെയർ ആയിരിക്കും ചെയ്യുക. മഞ്ഞൾ തേച്ച് കുളിക്കേണ്ടത് വെച്ചിട്ട് മഞ്ഞൾ തേച്ചിട്ട് കുളിക്കുക എന്നുള്ളൊരു ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയറും സ്കിന്നൊക്കെ വന്നാൽ വേറെ ദിവസങ്ങളിലാണ് ഞാൻ ചെയ്യാറ്, അടുപ്പിച്ച് ചെയ്യില്ല. പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ വന്നാൽ നമ്മളെല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് വീഡിയോയിലിട്ട് വേവിക്കാതെ തന്നെ പോവാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഹെയറിൽ വന്നിട്ട് നമ്മൾ ഓയിൽ മസാജ് ചെയ്യും. നമ്മൾ ഓയിലൊന്നും അധികം അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ചിലവരിനെ ഓയിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്നവരായിരിക്കും. ഞാൻ ആ സമയങ്ങളൊന്നും അധികം തല നനയ്ക്കാറില്ല. പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യണം, നമുക്ക് ഹെയർ പാക്ക് ഇടണം, സ്കിന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫേസിൽ, പിന്നെ ഫേസ് പാക്ക് ഇടണം, പിന്നെ ബോഡിയിലൊന്ന് ഓയിൽ മസാജ് ചെയ്യണം. ഓയിൽ മസാജ് നമുക്ക് ഭയങ്കര നല്ലതാട്ടോ. ഇപ്പോഴത്തെ ഒരു നവംബർ മാസത്തിൽ, ഡിസംബറിൽ ഭയങ്കര കാറ്റാണ്, നല്ല ഡ്രൈ ആണ്. അപ്പോൾ നമ്മൾ എണ്ണ തേച്ച് കുളിച്ചതിന് കുറച്ചും കൂടി ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് നിങ്ങൾ കുളിച്ചവർക്ക് മനസ്സിലാവും അങ്ങനെ. അപ്പോൾ അങ്ങനെ തന്നെ ഓയിൽ മസാജ് ചെയ്തിട്ട് മഞ്ഞൾ തേച്ച് കുളിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലണൊക്കെ ക്ലിക്ക് ചെയ്ത് തന്നെ എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓയിൽ മസാജ് നമ്മുടെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓയിലാണ് കേട്ടോ. ഇത് ഹോം മെയ്ഡ് ഓയിലാണ്, ഞാൻ തന്നെ കാച്ചിയ എണ്ണ കേട്ടത്. ഇത് ആവശ്യത്തിനനുസരിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. എന്തായാലും കുറേ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ എന്തായാലും എൻ്റെ ഹെയർ ഒന്നാമത് നല്ല ഡ്രൈ ആണ്. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് എണ്ണ തേക്കണം. ഞാൻ ആഴ്ച 2 വർഷം എണ്ണ തേച്ച് കുളിക്കാറ്. അപ്പോൾ ഈ എണ്ണ വന്നിട്ട് നമുക്ക് ഹെയറിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിത് ചൂടാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഈ ഓയിൽ വന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഓയിലാണ് കേട്ടോ. എൻ്റെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഹെയർ ഓയിലും കൂടിയായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ ഹെയർ ശ്രദ്ധിച്ചിട്ടുണ്ടായത് എൻ്റെ അമ്മയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കുറേ കാലം കഴിയുന്നതോറും നമ്മുടെ ഹെയർ ഒരു രീതിയിൽ ഹെൽത്തി അല്ലാണ്ടായി തുടങ്ങി. പിന്നെ കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പാലക്കാടായിരുന്നു എൻ്റെ നാട്. അപ്പം ഞാൻ പഠിക്കുന്നത് കോയമ്പത്തൂരായിരുന്നു. ഡെയിലി പോയി വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റിൻ്റെയും വ്യത്യാസം കൊണ്ടും പിന്നെ നമ്മുടെ പ്രായത്തിൻ്റെയും 18 വയസ്സാകുമ്പോഴും നമുക്ക് ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ മുമ്പ് ശ്രദ്ധിക്കാണ്ടിരുന്നത് പിന്നെ അപ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് വരും കേട്ടോ. നമ്മുടെ ശരിക്കും നമ്മുടെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയങ്ങളിലായിരിക്കും. എനിക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് എൻ്റെ മുടിൻ്റെ ഉള്ളു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹെയർ ഓയിൽ ഒരു കാച്ചിയ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം നല്ല രീതിയിൽ എനിക്ക് നല്ല യൂസ് ഉണ്ടായിരുന്നു, എൻ്റെ ഹെയർ ഫോൾ കൺട്രോളായി. ഈ ഓയിലിൻ്റെ വീഡിയോ പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വന്നിട്ട് ഞാൻ മന്ന ആയുർവേദത്തിൻ്റെ ഒരു ഓയിലാണ്. ഇത് ഞാൻ കൊളാബറേഷന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ടായിരുന്നു. നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ റിമൂവ് ആകുന്നുണ്ട്, നല്ല രീതിക്ക് ഗ്ലോ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓയിൽ അലർജി ഉള്ളവരൊന്നും ചെയ്യരുത്, ഓയിൽ അലർജി അല്ലാത്തവർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഓയിൽ സ്കിന്നുകാരൊന്നും ഈ പണികൾ ചെയ്യാൻ നിൽക്കരുത്, ഓയിലൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് മസാജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്രീം ഉണ്ടാവുമല്ലോ, അതിനുള്ള മസാജ് ക്രീം ഉണ്ടാവും, അത് യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഞാൻ മസാജ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അതിനുശേഷം വാഷ് ചെയ്ത് കളയും കേട്ടോ. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ അലർജി വരും, ചിലപ്പോൾ പിമ്പിളൊക്കെ വരും കേട്ടോ. അപ്പം നല്ല രീതിക്ക് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാജിൻ്റെ ശരിക്കത്തെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് മസാജ് ചെയ്യുക എന്നുള്ള അതിൻ്റെ ശരിക്കത്തെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ ചെയ്യും കേട്ടോ. നമ്മൾ നെക്കിൻ്റെ ഭാഗം പിന്നെ നമ്മൾ ജോയിൻ ലൈനൊക്കെ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മസാജ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നെറ്റീൻ്റെ അവിടെ ചെയ്യും, പിന്നെ നമ്മുടെ ഐബ്രോൻ്റെ അവിടെ ഒന്ന് മസാജ് ചെയ്യും, പിന്നെ കണ്ണിന് ചുറ്റും ചെയ്യും, പിന്നെ നമ്മുടെ നെക്ക് നമ്മുടെ ആ ഒരു ജോയിൻ ലൈനൊക്കെ കറക്റ്റായിട്ട് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തടി വെച്ചതിന് ശേഷം എൻ്റെ ജോയിൻ ലൈനൊക്കെ പോയിട്ട് ഇപ്പോൾ നല്ല രീതിക്ക് ഡബിൾ ചിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ കവിളുകളിലൊക്കെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു സൈഡ് വന്നിട്ട് നല്ല ഒരു എന്താ പറയുക, ഒരു അടയാളം വരാറുണ്ട്, എന്താ പറയുക, അത് നിങ്ങൾക്ക് പിന്നീട് ഒരു ദിവസം വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്കിന്ന് ചുളിവുകൾ വരാണ്ടിരിക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യട്ടെ ഈ മസാജ് ചെയ്യുമ്പോൾ. പിന്നെ വന്നിട്ട് നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങി നിൽക്കില്ല ഒരു ഏജ് ആകുമ്പോൾ, അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊന്ന് മേലോട്ടേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബോഡിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലാട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഓയിലായിരുന്നു. ഞാൻ അധികം ഈ ഓയിലൊന്നും എനിക്ക് വലിയ റിസൾട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ബോഡിയിലാട്ടോ ഇടാറുള്ളത്. ബോഡിയിലാകുമ്പോൾ കുറച്ചുകൂടി കുഴപ്പമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ബോഡിയിലാണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സാധാരണ കോക്കനട്ട് ഓയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യണവരാരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ മാത്രം കേട്ടോ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ മസാജ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ അലർജി ഉള്ളവർ കേട്ടോ. നമുക്ക് ബോഡിയിൽ തേക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓയിൽ. അപ്പോൾ ബോഡിയിൽ നമുക്ക് കോക്കനട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കുളിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിരിക്കും, നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ കാലിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാലൊക്കെ ഒന്ന് ഡ്രൈ ആയിരിക്കും, ഇപ്പോൾ നമ്മുടെ വിൻ്റർ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കാലൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്ന ആൾക്കാരുണ്ടാവില്ലേ നമ്മുടെ ഇടയിൽ. അപ്പോൾ കാലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കുതിയും കാലിൽ വിരലിൻ്റെ ഇടയിലേക്ക് കാൽ നന്നായിട്ട് ഡ്രൈ ആവും. വിരലിൻ്റെ ആ ഒരു എൻഡ് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഈ തൊലിയൊക്കെ പീൽ ചെയ്ത് പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ അത് കൺട്രോൾ ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ശ്രദ്ധിക്കാണ്ടൊക്കെ ഇരുന്നിട്ടാണ്. അപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തു, അതിനുശേഷം നമുക്ക് നമ്മുടെ ഹെയറിലൊരു പാക്ക് ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ എന്ത് പാക്ക് ഇടാൻ വിചാരിക്കുമ്പോഴാണ് ശരി ഇന്ന് വന്നിട്ട് മുരിങ്ങയില വലിച്ചിട്ട്, അത് ഉലുവ ഓൾറെഡി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ മുരിങ്ങയില വലിക്കണം കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ മേലെ വന്നിട്ട് വലിക്കാൻ വിചാരിച്ചാണ്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ മുരിങ്ങ അത്ര നല്ലതൊന്നും കിട്ടില്ല കേട്ടോ, കുറച്ച് നമുക്ക് നല്ലത് നോക്കി വലിക്കാനുണ്ട്. അപ്പോൾ നല്ലത് നോക്കി നമുക്ക് നമ്മുടെ ഹെയറിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വലിച്ചാൽ മതി കേട്ടോ. 2 3 ഇതിൻ്റെ ഒരു തണ്ടുണ്ടാവുമല്ലോ, അത് മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ചെറിയൊരു ഇലയ്ക്കൊരു പഴുപ്പൊക്കെ വന്നിട്ടുണ്ട്, ഒരു യെല്ലോ ഇലയാവില്ലേ അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചിലരൊരു കുത്ത് വന്നിട്ട്, അപ്പോൾ നല്ല നോക്കി വലിക്കുക. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ അത് ഒരു ഇളമ്പന് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഒരു മൂത്ത് നിൽക്കുന്ന പോലെയുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം നല്ല നോക്കി വലിച്ചിട്ടുണ്ട്.
പിന്നെ വീടിൻ്റെ മേലെ ടെറസിലായിട്ട് ഒരു സൈഡായിട്ടില്ലായിട്ട് മീനൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായതിന് ഗപ്പി തന്നെ, ഗപ്പീൻ്റെ കുറേ വെറൈറ്റിയൊക്കെ ഉണ്ട്. ഇതിന് വല്ലത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടോ ഇതിൽ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഡാർക്കായി കിടക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. കുറേ കഴിയുമ്പോൾ വെള്ളത്തിനൊരു പച്ചപ്പ് വരുമല്ലോ. പിന്നെ ഒന്നാമത് ഇത് കുറച്ചും കൂടി എനിക്കറിയില്ല കേട്ടോ, മീനെക്കുറിച്ച് വലിയ യാതൊരൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഏട്ടനെ അറിയാത്തുള്ളൂ. ഏട്ടനുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ ഏട്ടനെ ഉള്ളപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തന്നു തന്നെ ഉള്ളൂ. അതിൽ കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ കുറേ എണ്ണമൊക്കെ ഇങ്ങനെ ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു മീനുണ്ടായിരുന്നു, അതൊക്കെ ചത്തുപോയി. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ താഴെ തന്നെ നമ്മുടെ ഭൃംഗരാജ നിങ്ങൾക്ക് അറിയില്ല, ഇപ്പം ഇങ്ങനെ തഴച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ക്ലൈമറ്റ് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഈ തണുപ്പുള്ള സമയങ്ങളിലായിരിക്കും മഴക്കാലം, നമ്മുടെ ജൂൺ ഒരു മഴ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഈ ഒരു വിൻ്റർ ടൈമിലൊക്കെയാണ് ഭൃംഗരാജ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വേനൽക്കാലം സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സും പോലെ കാണില്ല, അതൊക്കെ വാടിപ്പോകും കേട്ടോ. അപ്പോൾ ഞാനത് അത്യാവശ്യം ഒന്ന് വലിക്കുന്നുണ്ട്. പിന്നെ ഭൃംഗരാജ കാഴ്ച നിൽക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഭൃംഗരാജ അറിയാലോ, നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ കറുപ്പ് നിറം നൽകാനും ഹെയർ നല്ല ഗ്രോത്ത് ആവാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ മുരിങ്ങയിലയും അതുപോലെ തന്നെയാണ്. നമുക്ക് കഴിക്കാനും പുറമേ അത് യൂസ് ചെയ്യാനും. മുടിയിൽ ഓയിലൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല റിസൾട്ട് തന്നെ ഒരു സാധനമാണ്. നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ മുരിങ്ങയില. അപ്പോൾ എല്ലാതും ഞാൻ നല്ല രീതിയിൽ കീറി നമുക്ക് അരച്ചെടുക്കാനല്ല. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു തണ്ടുകളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊന്ന് കീറിയിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്തായാലും പൊടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ നന്നായിട്ട് വൃത്തിയായി കഴുകുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ നമ്മുടെ ഉലുവ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തലേദിവസം തന്നെ കുതിർത്തി വെച്ചാൽ കേട്ടോ, അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വേണ്ടത് നമ്മൾ ഈ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ, തലേദിവസം കഞ്ഞിൻ്റെ വെള്ളമാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഇത് അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വരും. നമ്മുടെ ആ ഒരു എത്ര രീതി എങ്ങനെയാണ് അതിൻ്റെ തിക്ക് വേണമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് കഞ്ഞിൻ്റെ വെള്ളം ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കഞ്ഞിൻ്റെ വെള്ളം നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയും ബെനിഫിറ്റാണ്. പാക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് ഇതുപോലെ സ്റ്റീം ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കട്ടിയുള്ള തുണി ഉണ്ടെങ്കിൽ ചുടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ അല്ലാതെ നമ്മുടെ തല കെട്ടി വെച്ചിട്ട് മുടിയിൽ കെട്ടി വെച്ചിട്ട് ആവി പിടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ആവി പിടിച്ചെടുക്കാറ്. ഇല്ലെങ്കിൽ ഞാൻ തുണി മൂടി പുതയ്ക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി പുതയ്ക്കാണ്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വലിയൊരു തുണി വെച്ചിട്ട് മൂടി പുതച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചൂടുള്ളിൽ തന്നെ കിടന്നങ്ങനെ നമ്മുടെ സ്കാൽപ്പും പിന്നെ നമ്മുടെ സ്കിന്നും ആവി പിടിക്കാം. നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതാണ് കേട്ടോ ആവി പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നേരെ സ്കാൽപ്പിന് തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തതൊക്കെ ഒന്നും കൂടി നമ്മുടെ സ്കാൽപ്പിൻ്റെ ഒരു സുഷിരങ്ങളിലേക്ക് നല്ല രീതിയിൽ ആ ഒരു ഓയിലിൻ്റെ ബെനിഫിറ്റൊക്കെ ഇറങ്ങും. പിന്നെ നമ്മൾ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന പാക്കിൻ്റെയും തന്നെ ആ ഒരു നമ്മൾ എന്താണോ അതിൻ്റെ ഒരു പാക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ നമ്മൾ ആവി പിടിക്കുമ്പോൾ. അപ്പോൾ ആവി പിടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാക്കൊക്കെ ഇടുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള ഡ്രസ്സ് ഇടുക, ഇല്ലെങ്കിൽ അധികം നിങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ടാവട്ടെ കുറച്ച് മാറ്റി വെച്ച ഡ്രസ്സ് ഏതെങ്കിലും ഉണ്ടല്ലോ അത് ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഡ്രസ്സിലൊക്കെ അഴുക്കാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഫേസിലുള്ള ഓയിൽ ഒന്ന് തുടച്ച് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ പാക്ക് ഇടാൻ പോകുന്നത്. പാക്കിൽ വന്നിട്ട് നമ്മൾ തൈര്, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കസ്തൂരി മഞ്ഞളും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട്, നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി ഇല്ല, അതും കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഇടാം, ഇല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി മാത്രം ഇടാം കേട്ടോ. തൈരും മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫേസിൽ എല്ലാവിടെയും ഫേസും നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ പിമ്പിൾസ് ഉള്ളത് അവിടെയൊക്കെ ഒന്ന് ഇതിൻ്റെ നമ്മൾ പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് കൂളിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ കൂടി. പിന്നെ ഒന്ന് നമ്മുടെ ഒരു സ്കിന്നൊന്ന് ഡൾനെസ് ഒന്ന് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഫേസിലും എല്ലാം ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. നെക്കിലും ഒരിക്കലും മറക്കരുത്, പാക്ക് ഇടുമ്പോൾ നെക്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്കിലും ഇടണം, പിന്നെ നമ്മുടെ ചെവികളിൽ ഇടണം,
പിന്നെ ബാക്ക് കേട്ടോ, നമ്മുടെ ബാക്കിനെയൊക്കെ ഉണ്ടല്ലോ, ബാക്ക് ഭാഗത്ത് ഇടണം. ബാക്കൊക്കെ എന്തെങ്കിലും ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നെക്കും നമ്മുടെ ബാക്ക് നെക്കൊക്കെ നമ്മളിപ്പോൾ പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ ബാക്ക് നെക്കൊക്കെ കാണും. അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എപ്പോഴും ബാക്കിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഈ പാക്കൊക്കെ ഇടുമ്പോൾ. പിന്നെ ഫേസ് ഫുള്ളും നെക്കും എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പാക്കൊക്കെ. അതിനുശേഷം നമ്മുടെ പാക്ക് ഫേസിലിട്ടതും നമ്മുടെ ഹെയറിലൊക്കെ ഇട്ടതൊക്കെ ഒന്ന് ഡ്രൈ ആവണമല്ലോ, സമയം എടുക്കുമല്ലോ. ഒരു 20 മിനിറ്റെങ്കിലും നമ്മുടെ പാക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴക്കാറുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ ഹെയറിലൊക്കെ ഇട്ടതൊക്കെ അതിൻ്റെ ഒരു തണുപ്പുണ്ടല്ലോ, ഭയങ്കര ഒരു കൂളിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളവും കുടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഫോണാകെ ഒന്നേ ഉള്ളൂ, അതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഫോൺ നോക്കിയിട്ട് ഇരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അനിയനെ പേടിപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടോ, പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ ഫേസിലൊക്കെ കുറേ തേച്ചിരിക്കില്ല, അപ്പോൾ പേടിച്ചാലോ വിചാരിച്ചു. പക്ഷെ അതങ്ങനെ നോക്കിയിട്ട് അയ്യേന്നാണ് പറഞ്ഞത്. എന്നെ ശശിയായി ഗൈസ്, എന്താ ചെയ്യുക. അപ്പോഴേക്കൊരു പൂ കിട്ടി കേട്ടോ. പൂ ഇങ്ങനെ വലിച്ചപ്പോൾ അത് ഈ കാട്ട് ചെണ്ടുമല്ലിയാണ് തോന്നുന്നു. നമ്മൾ സാധാരണ കൊണ്ട ചെണ്ടുമല്ലിയല്ല, കാട്ട് ചെണ്ടുമല്ലി കേട്ടോ. നല്ലൊരു ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ സൈഡിൽ ഇങ്ങനെ ചെവിൻ്റെ അവിടെ ഇങ്ങനെ പൂ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അവൾ വെക്കാൻ പോകുമ്പോൾ പല്ലിങ്ങനെ ഈ ഈ വട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കടിക്കൊന്നുമില്ല, അവൾ പാവമാണ്, ഭയങ്കര സ്നേഹമുള്ള കൊച്ചാണ്, ഒന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെ വിസിലടിച്ച് വിളിച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ വാലാട്ടി, എപ്പോഴാണെങ്കിലും വാലാട്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവളെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നു റെസ്റ്റ് എടുത്തു. അപ്പോഴേക്ക് അനിയൻ വന്നപ്പോൾ തന്നെ ഈ ഗുൽഫി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുമായിട്ട് ഒരു പ്രഥമൻ, പാലട പ്രഥമൻ്റെ ഒരു ഫ്ലേവറായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു കൂളിംഗ് ആണ്. ഞാൻ ഫേസിലും പാക്ക് ഇട്ടിട്ടുണ്ട്, ഹെയറിലും പാക്ക് ഇട്ടിട്ടുണ്ട്, അതും ഒരു കൂളിംഗ് ആണ്. ഇതും കഴിക്കുമ്പോൾ ഉള്ളിലേക്ക് നല്ല കൂളിംഗ് ആയിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു റിലാക്സേഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജാക്സ് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു എനിക്ക് ഇതാവട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് അവനിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ കഴിക്കുന്ന കണ്ടാൽ തന്നെ എനിക്ക് അറിയണ്ടാവും. അവ ആ കോലടക്ക് കടിച്ച് പിടിച്ച് വിരിക്കണം. ആ കോലിലാണ് ആ ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അതിന് മേലെയാണല്ലോ എൻ്റെ മധുരമുള്ളത്. അപ്പം ഞാൻ കോല് കൊടുത്തില്ല, ചെപ്പ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും തിന്നു കേട്ടോ. അതൊന്ന് ചവച്ചരച്ച മെഴുങ്ങും, അങ്ങനെയുള്ള ആളാണ് അവൻ. അപ്പം ഞാൻ അവന് ഒന്ന് നക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തു കേട്ടോ. അപ്പം അവന് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ടോ. അങ്ങനെ ഗുൽഫിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിലിട്ട പാക്കൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ ഡ്രസ്സിലൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ അധികം യൂസ് ചെയ്ത ഡ്രസ്സാണ്. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്തത് ഇത് ഒരു സാധാരണ മഞ്ഞളാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് മിക്സ് ചെയ്യില്ല, കടൽമാവാണെങ്കിൽ കടൽമാവ് മിക്സ് ചെയ്ത് കുളിക്കാം കേട്ടോ, തേച്ച് കുളിക്കാം. അതൊക്കെ നിൻ്റെ ഓപ്ഷനാണ്. എനിക്ക് കടൽമാവ് വീട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ കടലമാവ് മിക്സ് ചെയ്തിട്ടായിരിക്കും ഞാൻ തേച്ച് കുളിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കുളിച്ച് വരുമ്പോൾ തന്നെ നല്ല വല്ലാത്തൊരു ഫ്രഷ്നെസ്സാണ്. പിന്നെ വെളിയിൽ വന്നിട്ട് വെയിലൊന്നുമില്ല, നല്ല കാറ്റുള്ള കാറ്റിൻ കുളിരുമായൊരു കുളിർ. അപ്പോൾ നല്ല രീതിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുളിച്ച് വന്നിങ്ങനെ നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് തോർത്തി ഇങ്ങനെ കുറച്ച് നേരം കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ താളിയൊക്കെ തലയിൽ ഇട്ടുകൊണ്ട് തന്നെ പാക്കൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനങ്ങനെ അരിച്ചെടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലോസപ്പിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മുടി പൊടികളൊക്കെ ഉണ്ടാവും, ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിൽ ക്ലോസപ്പിൽ കാണുമ്പോൾ അറിയാം നമുക്ക് ചെറിയ ചെറിയ പൊടികളൊക്കെ തന്നെ കാണുന്നില്ല. ഇത് വന്നിട്ട് നമ്മൾ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോകും കേട്ടോ. പീരിയഡ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, വല്ലാത്തൊരു കൂളിംഗ്, ബോഡി മൊത്തം ഒന്ന് കൂളായ പോലെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നാറ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു, വീഡിയോ ഫുള്ള് കണ്ടതിന് താങ്ക് യു, ബൈ ബൈ.